നമ്മൾ ഫലദായകമായ ജീവിതങ്ങളായി മാറുവാൻ പരിശ്രമിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ പരിശുദ്ധാത്മ ഫലമാണ് സൗമ്യത. സ്നേഹത്തിൽ നിന്നേ സൗമ്യത മുളയെടുക്കൂ. സന്തുലിതമായ മനസ്സിൻ്റെ ഫലമാണ് സത്യത്തിൽ സൗമ്യത. പീഡനങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും നടുവിൽ പോലും സൗമ്യതയോടുകൂടി പെരുമാറാൻ സാധിക്കുന്നത് ആത്മാവിൻ്റെ അഭിഷേകത്താലാണ്. ഈശോ പീഡിപ്പിക്കപ്പെട്ടപ്പോഴും സൗമ്യതയോടുകൂടി സഹിക്കുകയും സൗമ്യമായി വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്ത് നാം കാണുന്നുണ്ടല്ലോ. രോമം കത്തിരിക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ എന്നാണ് സഹനവേളയിലെ ക്രിസ്തുവിൻ്റെ സൗമ്യതയെ പ്രവാചകൻ വിശേഷിപ്പിക്കുന്നത്. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമിശ്രണവും ഹൃദ്യവുമായിരിക്കട്ടെ എന്ന് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം പറയുന്നു. സൗമ്യതയാർന്നൊരു പുഞ്ചിരി, സൗമ്യതയോടുള്ള ഒരു ക്ഷമാപണം, ഇവയ്ക്കൊക്കെ തിളച്ചുമറിയുന്ന കോപത്തെ തണുപ്പിക്കാനും കലഹങ്ങളെ ഒഴിവാക്കാനും പ്രശ്നങ്ങളെ പരിഹരിക്കാനും സാധിക്കും. തെറ്റുതിരുത്തുമ്പോഴും സൗമ്യതയോടുകൂടി വേണം ഒരുവനെ തിരുത്തി അവനെ വീണ്ടെടുക്കാൻ എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. സൗമ്യത നമ്മുടെ മുഖമുദ്രയാകട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ.